നടി അനുശ്രീ തിളങ്ങിയത് കണ്ടു. ഇതെന്റെ ജീവിതാഭിലാഷം. കുട്ടിത്തം മുതൽ. ചിലർക്ക് ഭയമാണ്, ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ താൻ ആരോ ആയി ഇനി പഴയതുപോലെ നടന്നാൽ എന്റെ അഭിമാനത്തിനത് ക്ഷീണമാണെന്ന്. അല്ലെങ്കിൽ ആദ്യത്തെ കൂട്ടുകെട്ടുമായി നടന്നാൽ ക്ഷീണം ചെയ്യും, പുതിയതായി വന്നവർ അകലം പാലിക്കും എന്നെല്ലാം. എന്നാൽ അത്തരത്തിലൊരു ക്ഷീണവും ബാധിക്കാത്ത ഒരു നടിയുണ്ട് മലയാളികൾക്ക്. അവരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ബാലഗോകുലത്തിലൂടെ കളിയും ചിരിയും പാട്ടും കഥകളും കേട്ടും ചൊല്ലിക്കൊടുത്തും വളർന്നു വന്നവളാണ് ഇന്നത്തെ യുവനടി അനുശ്രീ. ഒരിക്കലും താരജാട അവരെ ബാധിക്കാതിരിക്കാനുള്ള കാരണവും വളർന്നു വന്ന വഴി തന്നെയാണ്. കഴിഞ്ഞ വർഷം ബാലഗോകുലത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയിൽ ഭാരതാംബയുടെ വേഷത്തിൽ അനുശ്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാധകർക്ക് നല്ലൊരു അനുഭവമായി. അതിന്റെ ഫോട്ടോയും വീഡിയോയും വൈറലാവുകയും ചെയ്തു. എന്നാൽ ചിലർ അനുശ്രീക്ക് കൊടിയുടെ നിറം ചാർത്തിക്കൊടുത്തു. RSSകാരിയെന്നും സംഘിയെന്നും വിളിച്ച് വെറുതെ വിവാദങ്ങളുണ്ടാക്കി എന്നല്ലാതെ അനുശ്രീ അതൊന്നും കണ്ട് ഭയന്നില്ല. മാത്രമല്ല, ഇത്തവണയും ഭാരതാംബയുടെ വേഷത്തിൽ അനുശ്രീ എന്ന താരസുന്ദരി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയുടെ മുൻനിരയിൽ തന്നെ അണിനിരന്നു. അത് കഴിഞ്ഞവർ അഭ്യർത്ഥിച്ചു, ചെറുപ്പം മുതൽ ഞാൻ ബാലഗോകുലത്തിൽ പോകുന്നതാണ്. എന്നെ ഒരു രാഷ്ട്രീയക്കാരിയാക്കി ആരും ചിത്രീകരിക്കരുത്. ഫിലിം കോട്ട്. നിങ്ങളാണ് കരുത്ത്. സബ്സ്ക്രൈബേഴ്സ് 7 ലക്ഷം കടന്ന് മുന്നോട്ട്. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.